നമ്മുടെ KCBCയുടെ വക്താവ് ആൻ്റണി വടക്കേക്കരയച്ചൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ നടത്തിയ ഒരു ചർച്ച കേൾക്കാനിടയായി. അദ്ദേഹം വഖഫ് ബില്ല് പാസ്സായതിൻ്റെ അടുത്ത ദിവസം തന്നെ വഖഫ് ബില്ലിൽ എല്ലാ ഘടകങ്ങളോടും തങ്ങൾ യോജിക്കുന്നില്ലെന്നും ചില കാര്യങ്ങളൊക്കെ അനാവശ്യമായ സംഗതികളാണെന്നും ഞങ്ങൾ മുനമ്പത്തിൻ്റെ വിഷയത്തിലാണ് ഐക്യദാർഢ്യപ്പെട്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. ആ അഭിപ്രായത്തെ എല്ലാവരും സ്വാഗതം ചെയ്യുകയും ചെയ്തു. റിപ്പോർട്ടർ ചാനലിലെ മീറ്റിങ്ങിൽ അദ്ദേഹത്തോടൊപ്പം ഫാദർ അജി എന്ന് പറയുന്ന അദ്ദേഹം നടപടിക്ക് വിധേയനായി നിൽക്കുന്ന ഒരാളിനെ കൂടിയാണ് ചർച്ചയിൽ പങ്കെടുപ്പിച്ചത്. ആ ചർച്ചയിൽ ഫാദർ ആൻ്റണി വടക്കേക്കര 2 കാര്യങ്ങൾ പറയുന്നത് കേട്ടു. അത് കേട്ടപ്പോൾ എനിക്ക് അതിലൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നി. ഒരു കാര്യം ഇതാണ്: ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ വിശ്വാസം സംരക്ഷിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അതിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കാനും വേണ്ട അവകാശം ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഭരണഘടന നൽകുന്ന അവകാശത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ വിഷയം സംസാരിക്കുന്നത്. രണ്ടാമത്തെ ക്ലിപ്പ്. ഹിന്ദു മതവിശ്വാസികൾക്കാകട്ടെ ഏതെങ്കിലും ഗവൺമെന്റ് അപ്രകാരം പക്ഷപാതിത്വപരമായി എന്തെങ്കിലും നിലപാടുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അപ്രകാരമുള്ള കാപാലികർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. അദ്ദേഹം പറയുന്നത് ഏത് ന്യൂനപക്ഷക്കാരായാലും അവർക്കെതിരെ എന്തെങ്കിലും ഭരണഘടനാ വിരുദ്ധമായ സംഗതികൾ ഉണ്ടായാൽ അതിനെതിരെ പോരാടും എന്നാണ് പറഞ്ഞത്. ഞാൻ ആൻ്റണി അച്ഛനോട് പറയുന്നത്, ഈ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ പൂർണ്ണമായും അതിനെ എതിർത്ത് ചെയ്യണം എന്ന നിലപാടാണ് മുനമ്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വീകരിച്ചത്. കേരളത്തെപ്പോലെ ഒരു സമൂഹത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ അങ്ങനെ ചരിത്രപരമായ എന്തെങ്കിലും ഏറ്റുമുട്ടലുകളോ പിടിച്ചെടുക്കലുകളോ അല്ലെങ്കിൽ അടിയോ വഴക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഓർമ്മയിൽ തുടങ്ങുന്നത് ജോസഫ് മാഷിൻ്റെ കൈവെട്ടാണ്. ആ കൈവെട്ട് കേസിൽ മുസ്ലിം സമുദായത്തിലുള്ളവർ വികാരം കൊണ്ടിട്ട് പോലും ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവർ വളരെ പക്വതയോടെയാണ് ആ വിഷയത്തെ സമീപിച്ചത്. പിന്നെ കത്തിപ്പടരുന്നത് നമ്മുടെ കല്ലറങ്ങാട്ട് ബിഷപ്പിൻ്റെ സംഗതിയും ആ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെ പറഞ്ഞ് 2 ചേരിയിലേക്ക് മാറുന്ന കാഴ്ച അപ്പോഴേക്കും കാസ ഉദയം ചെയ്യുന്നു. അങ്ങനെ അതൊരു വിദ്വേഷത്തിൻ്റെ തലത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ ബഹുമാന്യനായ പിതാവ് ഇത് ആത്മാർത്ഥതയോടെ പറഞ്ഞതാണെങ്കിൽ ഈ വഖഫ് ബില്ല് വരുന്ന സമയത്ത് സ്വാഭാവികമായി സഭ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ സഭ അതിൽ മുനമ്പം വിഷയവും പരിഹരിക്കുന്നതിനാവശ്യമായ എന്തെങ്കിലും മാർഗങ്ങൾ അതിൽ കണ്ടിട്ടുണ്ടാവാം. ഒപ്പം ഒരു സഹോദര ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തിൻ്റെ പ്രധാനപ്പെട്ടവരെയോ അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കളെയോ ആരെയെങ്കിലും ഒന്ന് ക്ഷണിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയോ ചെയ്തിട്ട് ഈ സമുദായത്തിൽപ്പെട്ടവരോട് എന്താണ് നിങ്ങളുടെ ഇതിനകത്തുള്ള വിഷമം, എന്താണ് നിങ്ങളുടെ പ്രയാസം, എന്താണ് നിങ്ങളുടെ മേൽ കൊണ്ടുവരുന്ന ഈ ഭരണഘടനാതീതമായ മാറ്റങ്ങൾ നിങ്ങളെ എങ്ങനെയാണ് ആശങ്കപ്പെടുത്തുന്നത്, നിങ്ങൾക്ക് മുനമ്പം വിഷയത്തെ സംബന്ധിച്ചും അവിടെ താമസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചുമുള്ള അഭിപ്രായം എന്താണ്? ഇത്തരത്തിലൊരു ആശയവിനിമയം ആരോഗ്യകരമായി നടന്നിരുന്നുവെങ്കിൽ പിതാവ് പറയുന്നതിന് അർത്ഥമുണ്ടായിരുന്നു. നമ്മളൊരു കുടുംബത്തിലൊരു വിഷയമുണ്ടായാൽ, നിങ്ങളുടെ ഒരു പള്ളിയിലൊരു വിഷയമുണ്ടായാൽ, അല്ലെങ്കിൽ വ്യത്യസ്ത സഭകൾ തമ്മിലൊരു വിഷയമുണ്ടായാൽ അതിന് സ്നേഹപൂർവമായ ഒരു ആശയവിനിമയം ഉണ്ടാവില്ലേ, ഒരു ചർച്ചയുണ്ടാവില്ലേ? എത്രയോ സ്ഥലങ്ങളിൽ ഈ സമുദായത്തിൽപ്പെട്ട ആളുകളുമായി നിങ്ങൾ പരസ്പരം സഹകരിക്കുന്നവരുണ്ട്, ഇടപെടുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അത്തരമൊരു ചർച്ച എന്താണ് ഈ മുസ്ലിം സമുദായത്തിൻ്റെ ആശങ്ക? അവരുടെ ആശങ്ക അടിസ്ഥാനരഹിതമാണോ, ആശങ്ക അർത്ഥമുള്ളതാണോ എന്നൊന്ന് അന്വേഷിച്ചിരുന്നുവെങ്കിൽ, അതിനുശേഷമാണ് ഒരു നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ ആ നിലപാട് എന്ത് നിങ്ങൾ സ്വീകരിച്ചാൽ പോലും അതിലൊരു സ്വാഭാവികമായ ഒരു ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം ഉണ്ടാവുമായിരുന്നു. ഇത് വീണ്ടും മനുഷ്യർ ഭിന്ന കോണുകളിലേക്ക് പോയി പരസ്പരം തർക്കവും വിദ്വേഷവും ഒരു കാര്യവുമില്ലാത്ത സംഭവത്തിൽ ഉണ്ടാകുന്നതിന് വഴിമരുന്നിടുന്ന ഒരു സ്ഥിതിവിശേഷം അത് കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ എത്രത്തോളം ദുർബലപ്പെടുത്തുമെന്ന് ഇതിൽ ബന്ധപ്പെട്ടവർക്ക് മനസ്സിലാകുമെന്നാണ് എൻ്റെ വിശ്വാസം.